ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ 3 ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 2 ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് വേണ്ട അത്ര ഒരു അത്യാവശ്യം കുറച്ച് വേണം. എനിക്ക് പക്ഷേ ഇതുണ്ടാക്കി വന്നപ്പം എനിക്ക് അത്യാവശ്യം കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 3 ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ എടുത്താൽ കേട്ടോ. അത് എന്നിട്ട് ഇതേപോലെ ഗ്ലാസ്സിൽ വല്ല ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതേപോലെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടത്തിൽ ഷേപ്പ് കിട്ടും ഗ്ലാസിൻ്റെ. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ഗ്ലാസ്സാണെന്ന് വെച്ചാൽ ആ ഗ്ലാസിൻ്റെ അളവിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള റോസാണ്. എനിക്ക് ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ആ ബ്രഷ് പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ നമ്മൾ മാത്രമായിട്ട് ഒന്ന് പെയിൻറ്റ് എന്നുള്ള ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ടും അതേപോലെ തന്നെ ആക്രിലിക്കിൻ്റെ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ റെഡ് കളറും ബ്ലൂ കളറും യെല്ലോ കളറും വെച്ചിട്ടാണ് സൈഡിൽ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് വെച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞാൻ ഈ ഒരു ബ്രഷ് പെൻ വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പം കുറച്ചിങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ യെല്ലോ കളറും കൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ വെള്ളം ഇതേപോലെ ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിലില്ല കേട്ടോ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കണം. എന്നിട്ട് നന്നായി ഉണക്കി വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്ലാസ് എടുക്കുക. നമ്മൾ നേരത്തെ അളവൊക്കെ ചെയ്ത് ആ ഗ്ലാസ് ഉണ്ടല്ലോ അത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിൽ പശ തേക്കുക. എന്നിട്ട് അടുത്ത് തൊട്ടിക്കുക. അങ്ങനെ ഫുള്ള് അതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ചൊട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എനിക്കിത് സത്യം ചെയ്തു വന്നപ്പോൾ കുറച്ച് അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു പേപ്പർ. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പം അടിപൊളിയായിട്ടൊരു റോസ് ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനൽ നമ്മളെ റോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യൂ.